അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ ദിവസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ സന്ധ്യയായി ഉഷസ്സമായിട്ട് 1-ാം ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം, 24 മണിക്കൂർ വീതമുള്ള ഓരോ ദിവസങ്ങൾ, അങ്ങനെ 1, 2, 3, 4, 5, 6, 7 ദിവസങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുമ്പോൾ, ഈ ദിവസം എന്ന് പറയുന്ന ഈ ദിവസം 2026 ഏപ്രിൽ മാസം 3-ാം തീയതി ഈ സമയത്ത് ദൈവം വാസ്തവത്തിൽ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതുപോലൊരു നല്ലൊരു ദിവസം ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തന്നത്. ഈ ദിവസം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കോടാനുകോടി ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, 1-ാമത്തെ ദിവസം മുതലാണ് ഞാൻ പറയുന്നത്, കോടാനുകോടി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ലക്ഷോപിലക്ഷം മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ആഴ്ചകൾ കഴിഞ്ഞിട്ട്, അങ്ങനെ ദിവസങ്ങളൊക്കെ കണക്കൂട്ടാൻ സാധിക്കത്തില്ല. അങ്ങനെ വന്ന് ഈ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം ദൈവം ഈ പ്രകൃതിയെ ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിച്ച ദൈവം ഇങ്ങനെ കരുതുന്നു, വഹിക്കുന്നു എന്നുള്ള ദൈവവചനം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം, അങ്ങനെ വഹിക്കുന്നവനായിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഓരോ ദിവസവും അത് പ്രഭാതങ്ങൾ ദൈവം നമുക്ക് നൽകി തരുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, നക്ഷത്രങ്ങൾ പ്രകാശിച്ച് നിൽക്കുമ്പോൾ, നല്ല സീസണുകൾ വരുമ്പോൾ, 4 വിധമായിട്ടുള്ള സീസണുകളൊക്കെയും ഇങ്ങനെ വരുമ്പോൾ, സമ്മർ വരുമ്പോൾ, വിൻ്റർ വരുമ്പോൾ, സ്പ്രിങ് വരുമ്പോൾ, ഓട്ടം വരുമ്പോൾ, വേലിയേറ്റം വരുമ്പോൾ, വേലി ഇറക്കം വരുമ്പോൾ എന്ന് വേണ്ട, കാറ്റ് വരുമ്പോൾ, മഴ വരുമ്പോൾ, മഞ്ഞ് വരുമ്പോൾ, വാസ്തവത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ദിവസം ദൈവം നമുക്ക് ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന ഈ ദിവസത്തിനായിട്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുമ്പോൾ, ഈ ദൈവികമായിട്ടുള്ള വചനങ്ങളും ദൂതുകളും ആലോചനകളും ശ്രദ്ധിക്കുവാനുള്ളൊരു ഭാഗ്യം ദൈവം നമുക്ക് നൽകി തരികയാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ്, ദൈവവചനം കേൾക്കുന്നതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം പ്രപഞ്ചത്തെ സ്നേഹിച്ചു, ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം മനുഷ്യരെ സ്നേഹിച്ചു. അങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ. ഇങ്ങനെ 3-4-5 പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം മനുഷ്യരെ സ്നേഹിച്ചു, ദൈവം പാപികളെ സ്നേഹിച്ചു, ദൈവത്തിൻ്റെ സഭയെ ദൈവം സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു, നമ്മളെ സ്നേഹിച്ചു, നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വളപ്പിൽ വിധേയപ്പെട്ടിരിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ദൈവം നൽകി തന്നല്ലോ. ദൈവം സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉദാഹരണം എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയും? ഞാൻ എന്താ മറുപടി പറയേണ്ടത്? നമ്മളെല്ലാവരും എന്താ മറുപടി പറയേണ്ടത്? അത് യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ഈ അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. സോ ലൗഡ്, അത്രയ്ക്കെന്നുള്ള ഒരു മലയാള വേർഡാണ് കൊടുത്തിരിക്കുന്നത്, ഉചിതമായിട്ടുള്ള ഒരു വേർഡാണ്. അത്രയ്ക്ക് എന്ന് പറയുമ്പോൾ സോ ലൗഡ്, വലുതായിട്ട് ദൈവം തമ്പുരാൻ സ്നേഹിച്ചു. ദൈവം മനുഷ്യരെ സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ ആൾരൂപമായിട്ട്, അങ്ങനെ പറയട്ടെ, സ്നേഹത്തിൻ്റെ ആൾരൂപമായിട്ട്, സ്നേഹത്തിന് ഒരു ആൾരൂപം കൊടുക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് സ്നേഹത്തിൻ്റെ ഒരു ആൾരൂപം. സ്നേഹത്തിൻ്റെ ആൾരൂപമായിട്ട് യേശു കർത്താവ് ഈ ലോകത്തിൽ ഇങ്ങനെ ജഡമെടുത്ത് ലോകത്തിൽ ഇങ്ങനെ വന്നു. അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം ലോകത്തെ സന്ദർശിക്കാൻ തൻ്റെ സ്നേഹത്തിൻ്റെ
അത് ആകത്തുകയായിട്ട് ക്രിസ്തു ലോകത്തിൽ ഇങ്ങനെ വന്നു. സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ പല നിലകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹമുണ്ട്, ഉദാത്തമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പറയാം. അതങ്ങനെ തന്നെയാണ്. മാതാപിതാക്കളോടുള്ള മക്കളുടെ സ്നേഹം ഉദാത്തമായിട്ടുള്ള സ്നേഹമാണ്. മക്കളോടുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം, രാജ്യസ്നേഹം എന്ന് വേണ്ട, അങ്ങനെ ഒട്ടനവധി സ്നേഹത്തിലാണ് മനുഷ്യ സമൂഹം ഇങ്ങനെ നിൽക്കുന്നത്. ആ സ്നേഹത്തിന് കുഴപ്പം സംഭവിക്കുമ്പോഴാണ് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കരുണയും സ്നേഹവും ദയയും ഒക്കെ അറ്റുപോകുന്ന സാഹചര്യത്തിൽ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സ്നേഹവും കരുണയും ദയയും ഒക്കെ അറ്റുപോകുമ്പോഴാണ് ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലാണേലും സഭയിലാണേലും രാഷ്ട്രത്തിലാണേലും ലോകത്തിലാണേലും ഒക്കെ ഉണ്ടാകുന്നത്. മനുഷ്യനെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനെതിരെ ബോംബുകൾ വർഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനെ തമ്മിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ഒരു കോമയിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദയയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും കുറവാണ് സംഭവിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ആൾരൂപമെന്ന് പറയുന്നത് യേശു കർത്താവാണ്, യേശുക്രിസ്തുവാണ്. അത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാസ്നേഹമെന്നൊരു പ്രയോഗമുണ്ട്. മഹാസ്നേഹം എവിടെ? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ മഹാസ്നേഹമെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിലാണെങ്കിൽ ഇത്ര വലിയ സ്നേഹമെന്ന് പറയുന്നുണ്ട്. ഇത്ര വലിയ സ്നേഹം. പിന്നീട് വേറൊരു സ്നേഹത്തെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ പറയുന്ന ടെർമിനോളജി വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിത്യസ്നേഹമെന്ന് പറയുന്ന നിത്യസ്നേഹമെന്ന് പറയുന്നു. ഒരു കാലഘട്ടത്തിലേക്ക് എല്ലാവരെയൊക്കെ സ്നേഹിക്കാൻ തക്കവണ്ണം സാധിക്കുമെങ്കിലും എറ്റേണിറ്റി, അയോണെന്ന് പറയുന്ന ആ നിത്യമായ സ്നേഹം, യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലാണ് നിത്യസ്നേഹമെന്ന് പറയുന്ന ഒരു സ്നേഹം, നിത്യത. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിത്യത എന്നുള്ള വാക്ക് നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ടതാണ്. കാലത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, ക്രോണോസിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, കെയ്റോസിൻ്റെ അകത്ത് നിന്നുകൊണ്ട്. ക്രോണോസ് കെയ്റോസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ അത് ഈ ലോകത്തിലുള്ള സമയത്തെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ക്രോണോസും കെയ്റോസും എന്നൊക്കെ പറയുന്നത്. സാധാരണ നിലയിൽ പറയുന്നത് മാസങ്ങളെ, വർഷങ്ങളെ, ദിവസങ്ങളെ, തീയതികൾ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അങ്ങനെ ഡിസംബർ വരെ, 2024, 25, 26, 27, അതൊക്കെ എന്ന് പറയുന്നത് ഈ ക്രോണോസ് കെയ്റോസിൻ്റെ ആ പരിമിതിയിലും ഒക്കെ പെടാൻ തക്കൊണ്ട് സാധിക്കുമ്പോൾ അയോൺ എന്ന് പറയുന്ന നിത്യത എന്ന് പറയുന്ന ഒരു എന്താ, അതിൻ്റെ ഭാഷയിൽ കാലമെന്നോ സമയമൊന്നും പറയാനൊക്കത്തില്ല. നിത്യത എന്ന് മാത്രമേ പറയാനൊക്കൂ. നിത്യമായ സ്നേഹം, നിത്യമായിട്ടുള്ള സ്നേഹം. ഞങ്ങൾ ചില അവസരങ്ങളിൽ ഈ സൈൻ ബോർഡ് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാറുണ്ട്. അത് ഇതാണ്, ജസ്റ്റ് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അത് ഇത്ര മാത്രമേ ഉള്ളൂ. എറ്റേണിറ്റി എന്ന് എഴുതിയിരിക്കുന്നു. എറ്റേണിറ്റി എന്ന് എഴുതിയിരിക്കുന്നു. ആദ്യം നിത്യത എന്ന് എഴുതിയിരിക്കുന്നു, പിന്നെ എറ്റേണിറ്റി എന്ന് എഴുതിയിരിക്കുന്നു, പിന്നെ ഹിന്ദിയിൽ നിത്യകാലം എന്ന് എഴുതിയിരിക്കുന്നു. അതെ, 3 ഭാഷകളിലുള്ള ഈ വിവക്ഷ, ഈ ഭാഗങ്ങൾ ഞങ്ങൾ ചില അവസരങ്ങളൊക്കെ ഞങ്ങളുടെ സ്ട്രീറ്റ് മ്യൂസിയിൽ, ജംഗ്ഷനുകളിൽ, കവലകളിൽ, നാൽക്കവളിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾക്കൊരു അവബോധം വരുന്ന ഒരു ഇൻസ്പിറേഷൻ പല ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ എന്നൊക്കെ പല ആളുകൾ ഞങ്ങളോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രോണോസും കെയ്റോസും എന്ന് പറയുന്നത് സമയത്തിൻ്റെ പരിധികൾ, 10,000 കൊല്ലം മാറ്റാണെങ്കിലും, ഒരു യുഗമാണെങ്കിലും, ഒരു കാലഘട്ടമാണെങ്കിലും ക്രോണോസും കെയ്റോസും. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് അയോണം, നിത്യത എന്ന് പറയുന്നു. എന്താ അത് പറയാനുള്ള കാരണം? നിത്യമായിട്ടുള്ള സ്നേഹം, ദൈവം മനുഷ്യനെ സ്നേഹിച്ച് കർത്താവിനെ ഈ ലോകത്തിലേക്ക്, കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി. ജാതിയോ മതമോ ഭാഷയോ വംശമോ വർഗമോ ഭൂഖണ്ഡമോ
രാജ്യമോ ഒന്നും ഇതിൻ്റെ അകത്ത് വിഷയമായിരിക്കുന്നില്ല. മനുഷ്യരെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് പല പല കാര്യങ്ങൾ ലോകത്തിൽ തന്നെ ഇങ്ങനെ നടക്കുന്ന നിർമ്മിതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളേവരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ താജ്മഹൽ എന്ന് പറയുന്ന ആ നിർമ്മിതി, താജ്മഹൽ എന്നുള്ള നിർമ്മിതി അത് കാണുവാൻ വേണ്ടി നമ്മുടെ ഭാരതത്തിൻ്റെ ടൂറിസ്റ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥലമാണ് താജ്മഹൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്. ഭാരതത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭമായിട്ടാണ് നിൽക്കുന്നത്. ചില വർഷങ്ങളെടുത്ത് 1000 കോടി പണം ചെലവഴിച്ച് നല്ല മാർബിൾ കല്ലിന്മേൽ പടുത്തുയർത്തിയിരിക്കുന്ന, നിങ്ങൾ പലരും അത് പോയി കണ്ടു കേട്ടുണ്ടാവാം, പടുത്തുയർത്തിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ശില്പചാതുര്യ ഭംഗിയോടുകൂടെ അത് ഷാജഹാൻ ചക്രവർത്തി ഈ താജ്മഹൽ നിർമ്മിക്കുവാനുള്ള അവസാനം പറയുന്നത് മുഗൾ ചക്രവർത്തിമാരുടെ ഖജനാവ് മുഴുവനും ചെലവഴിച്ചെന്നാണ് പറയുന്നത്. യമുനാ നദിയുടെ തീരത്തെ മനോഹരമായിട്ടുള്ള നമ്മുടെ യമുനാ നദിയുടെ തീരത്തെ ശാന്തമായിട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ യമുനാ നദിയുടെ തീരത്ത് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള ശില്പചാതുര്യ ഭംഗിയുള്ള ആ നിർമ്മിതി എന്ന് ഞാൻ പറയട്ടെ, താജ്മഹൽ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ, അല്ല അനേകം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിന് നാനാഭാഗത്തുനിന്ന് ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങനെ അവിടെ കടന്നു വരുന്നത്. അവർ കൺകുളിർക്കെ ഇങ്ങനെ കാണുകയാണ്. എത്രമാത്രം കണ്ടാലും മതി വരാത്ത, കൊതി വരാത്ത, അതെ കണ്ണിന് ഇമ്പമായിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. ഇത് നിർമ്മിച്ചതെങ്ങനെയാണെന്ന് സാധാരണ നിലയിൽ സാമൂഹ്യപാഠം പഠിച്ച, ചരിത്രം പഠിച്ച നമുക്കെല്ലാവർക്കും അറിയുള്ള ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യ മുംതസ് മഹളിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, മുംതസ് മഹൾ തൻ്റെ സ്നേഹ ഭാര്യ ആയിരുന്നു. ആ മുംതസ് മകൾ വളരെ ചെറുപ്രായത്തിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മരണപ്പെട്ട ആ സന്ദർഭത്തിൽ അതെ ഷാജഹാൻ ചക്രവർത്തി നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാന കാര്യമായ മുഗൾ ചക്രവർത്തിമാരിൽ ഒരാൾ ഷാജഹാൻ ചക്രവർത്തി 1000 തൊഴിലാളികളെ നിർത്തി അതെ കോടിക്കണക്കിന് പണം ചെലവഴിച്ച് മാർബിൾ കല്ലിൽ അതിമനോഹരമായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ശില്പമുണ്ട്. ഞാനിങ്ങനെ ചരിത്രം വായിച്ചപ്പോൾ മനസ്സിലാക്കിയായിരുന്നു, ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് വായിച്ചൊരു ഭാഗം. ഷാജഹാൻ ഔറംഗസേബ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ പിടിച്ച തടവിലൊക്കെ കിട്ടും. യമുന നദിയുടെ തീരത്തെ ഈ താജ്മഹലിൻ്റെ കുറച്ചകലെയായിട്ട് യമുനയുടെ തീരത്ത് അദ്ദേഹത്തെ ഇങ്ങനെ ജയിലിൽ പാർപ്പിച്ച അവസരത്തിൽ അദ്ദേഹം മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹം പാർത്ത ജയിലിൽ യമുനാ നദിയുടെ തീരത്തുള്ള ആ സ്ഥലത്ത് ജയിലിൽ അദ്ദേഹം ഇങ്ങനെ നിന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെടുന്ന അവസരത്തിൽ അങ്ങ് ദൂരെ യമുനാ നദിയുടെ തീരത്ത് കാണുന്ന ആ മനോഹരമായ താജ്മഹൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം മരിച്ചെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ അത് പറയാനുള്ള കാരണം എന്തുവാ? സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു സ്തംഭം, ഒരു മനോഹരമായിട്ടുള്ള ശില്പസാധുര്യ ഭംഗിയുള്ള ഒരു ശില്പം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഞാൻ നമ്മളോട് എല്ലാവരോടും പറയുകയാണ്, ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണം എന്താണ്? ദൈവസ്നേഹത്തിൻ്റെ ആകത്തുക എന്താണ്? അത് യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തില്ല, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു നിത്യം ദൈവനെ നൽകുന്ന ലോകത്തെ സ്നേഹിച്ചു. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് നിലനിൽക്കുന്ന 3 കാര്യങ്ങളാണുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസം, പ്രത്യേകിച്ച് സ്നേഹം. സ്നേഹത്തെക്കുറിച്ചുള്ള വിവക്ഷ ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് എഴുതി വരുമ്പോൾ പൗലോസ് പറഞ്ഞൊരു ഭാഗം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ.
റോമാലേഖനം 5-8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ, അടുത്ത മലയാള പദം പ്രദർശിപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എക്സിബിഷൻ, പ്രദർശിപ്പിക്കുന്നു. ലോകത്തിലുള്ള ഏത് സ്ഥലത്തുള്ള, ഏത് പ്രദേശത്തുള്ള, ഏത് നാട്ടിലുള്ള, ഏത് പ്രദേശങ്ങളിലുള്ള ആർക്കും പ്രദർശനമായിട്ട് ദൈവം വച്ചിരിക്കുന്നത് കാൽവറിയിലെ സ്നേഹമാണ്. കാൽവറിയിൽ യേശു മരിച്ച ആ സ്നേഹം, നിത്യമായിട്ടുള്ള സ്നേഹമെന്ന് പറയുന്ന, മഹാസ്നേഹമെന്ന് പറയുന്ന, വലിയ സ്നേഹമെന്ന് പറയുന്ന, ഒരിക്കലായി സ്നേഹിച്ചു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയും. 1 യോഹന്നാൻ 4:8 വാക്യം കൂടെ അങ്ങ് ആഡ് ചെയ്തു. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിക്കുന്ന യേശു ക്രിസ്തുവിനോടൊപ്പം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ടോപ്പിക്ക് ചിന്തിക്കുവാൻ മനസ്സ് വെക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവസ്നേഹത്തിൻ്റെ ആ പൂർത്തീകരണത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിൽ കൂടെ നിറഞ്ഞിരിക്കുന്ന ആ പൂർത്തീകരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, നിങ്ങൾ ആരായിരുന്നാലും ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളൊരു തീർച്ചയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഏതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്? യേശുക്രിസ്തു ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമായി, എക്സിബിഷനായിട്ട് കർത്താവ് കാൽവറി കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ സുവിശേഷം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളൊരു മറുപടി പറയും. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് തീമത്യോസിന് പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പൗലോസ് എഴുതുമ്പോൾ പറഞ്ഞിരിക്കുക എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? എന്താണ് അത്? യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് ദൈവസ്നേഹം. യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് ദൈവസ്നേഹം. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് സുവിശേഷം, ദൈവസ്നേഹം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ദൈവസ്നേഹം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് ദൈവസ്നേഹം, സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് സുവിശേഷം, ദൈവസ്നേഹം. അത് കാണാതെ ഹൃദയത്തിൽ ഉരുവിടുന്ന സകല പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചില വാക്കുകൾ ഞാനിങ്ങനെ പറയുകയാണ്. ജനിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ജനനം പോലെ അല്ലായിരുന്നു ക്രിസ്തു ജനിച്ചത്. സാധാരണ ജനനം, ലോകത്തിൽ കോടാനുകോടി ആളുകൾ ജനിച്ചു, ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ മിനിറ്റിലും ജനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാവിധമായിട്ടുള്ള ജനനങ്ങളിൽ നിന്നും, അങ്ങനെ പറയുമ്പോൾ മത നേതാക്കന്മാരുടെ ജനനങ്ങളിൽ നിന്നും, അങ്ങനെ പറയുമ്പോൾ രാഷ്ട്ര നേതാക്കന്മാരുടെ ജനനത്തിൽ നിന്നും, അങ്ങനെ പറയുമ്പോൾ തത്വജ്ഞാനികളുടെ ജനനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള, എല്ലാവരും ശ്രദ്ധിക്കണമേ, അതിൽ വ്യത്യസ്തമായ ഒരു ജനനമാണ് ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല, ഇനിയും ജനിക്കുകയുമില്ല, അങ്ങനെ വേണം പറയാൻ. സമാനതകളില്ലാത്ത ഒരു ജനനമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത്. മുൻകൂട്ടി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു. മുൻകൂട്ടി ഇത്രയും കാലങ്ങൾക്ക് മുൻപേ ജനനത്തെക്കുറിച്ച് പറഞ്ഞ ആരെങ്കിലും എവിടെയെങ്കിലും ജനിച്ചതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ മുൻകൂട്ടി പറഞ്ഞ ഒരു പറച്ചിലുണ്ടെങ്കിൽ, ഒരു പ്രവചനമുണ്ടെങ്കിൽ, രേഖയുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ബാക്കി പോവുകയാണ്. അങ്ങനെ ഒരു രേഖയില്ല, അങ്ങനെ ഒരു പറച്ചിലില്ല, അങ്ങനെ ഒരു പ്രവചനമില്ല.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, എൻ്റെ ബഹുമാനപ്പെട്ട പേർഷ്യയുടെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കും. സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. യശയ്യാപ്രവചനം 7-14 വാക്യത്തെ കന്യ ഗർഭിണിയായി, അവിടെ ഒരു കാര്യമുണ്ട്, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ നടത്തുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കന്യക എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ കാണണം. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ബയോളജിക്കൽ ബർത്ത്, ലോകത്തിലുള്ള എല്ലാ ബർത്തുകളും ബയോളജിക്കൽ ബർത്താണ്. ബയോളജിക്കൽ ബർത്തുകളെല്ലാം ഒരു തലത്തിലാണ്. അത് ആണും പെണ്ണും യോജിക്കുമ്പോൾ, അത് ബീജവും അണ്ടവും തമ്മിൽ യോജിക്കുമ്പോൾ, പിന്നീട് ഈ സസ്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പരാഗണങ്ങളൊക്കെ ഉണ്ട്. ആ പരാഗണങ്ങളിലൂടെയാണ് പുതിയ വിത്തുകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ലോകത്തിലുള്ള സകലവിധമായിട്ടുള്ള സസ്യജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും ബയോളജിക്കൽ ബർത്തിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു മാത്രം പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ട് യേശു കർത്താവ് യെശയ്യാ 7:14 പറയുന്ന പോലെ, യെശയ്യാ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. സമാനതകളില്ലാത്ത ജനനം, ആ ജനനത്തോടെ ചേർന്ന് നിൽക്കുവാൻ, യേശുവെ അങ്ങ് എനിക്ക് വേണ്ടി ജനിച്ചു എന്ന് പറയുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.